പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു, താങ്ക് യു. ആരാ ഇവിടെ സിമ്പിൾ അടിച്ച് കഥാപ്രസംഗം ഉണ്ടോ? സിമ്പിളൊന്നുമല്ല, തലലിശയിൽ പത്രം വീണതാ. സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചത്. അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ വിജയിക്കാറുണ്ട്. ദാണ്ടെ ഇതുപോലെ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. നിന്നത്തെ ഗുരു കൊണ്ട് പോകൂടാ. വല്ലതും പറ്റിയാ? മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓ, താങ്ക് യു. ഹലോ, കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ഞാൻ പോകുന്നു. സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. പാട്ട് പാടും നീ? പാട്ട് പാടാൻ അറിയാം. അതിനത് ചിരിക്കണത്? ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാ? ഇല്ല. ഏത് പാട്ടാ പാടാ? കരയടാ, ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. കുട്ടി ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ടൊന്ന് നോക്കിയേ. മീഷോയിൽ വന്ന ജീൻസ് ഇന്ന് പകുതിയേ ഉള്ളൂ. ഇതിന്റെ പകുതി ആർക്കെങ്കിലും കിട്ടിയാ ഒന്ന് കമന്റ് ഇടണേ. ട്രിവാൻഡ്രം ഭാഗത്താരെങ്കിലും കിട്ടി കാണണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇതാണ് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിന്റെ ഫൈനൽ ഔട്ട്പുട്ട്. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ, ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ, പുറത്ത് വാടോ. എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ? ശരിയാ, പോ ചെല്ല്. സമയം വൈകി, കുറച്ച് തിരക്കുണ്ട്. കോട്ടെ ചക്രവർത്തി.